അഞ്ജു, നീ എന്താ ഈ ഇരുട്ടിലിങ്ങനെ ഇരിക്കുന്നത്? ഇന്നാ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതാ. ഇതൊന്ന് വാങ്ങുന്നേ. എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതൊന്ന് വാങ്ങിക്കോ. ഇതെന്താ ഇത്രയും ചെറുതാ? അറ്റ്ലീസ്റ്റ് ഒരു സ്മാർട്ട് ഫോണെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നൂടെ? നിനക്ക് ഇത്ര പോലും ബുദ്ധിയില്ലേ? ആർക്ക് എന്താ എപ്പോഴാ കൊടുക്കേണ്ടെന്ന്? എന്താ എടുത്തോണ്ട് വന്നത്? തന്നെ. ഞാൻ അടുത്തവണ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു തരാം കേട്ടോ. സോറി, ഒരു തെറ്റ് പറ്റിപ്പോയതാ. നിങ്ങളുടെ ആദ്യത്തെ കല്യാണത്തെ പറ്റി ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. പക്ഷേ ഒരു ചാൻസ് നിങ്ങൾക്ക് തരാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നിന്റെ എല്ലാ കണ്ടീഷൻസും എനിക്ക് ഓക്കെയാ. ആദ്യം ഒരു തവണ ഒന്ന് കേക്ക്, ഇല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കും. ശരി, നിന്റെ കണ്ടീഷൻസ് ഒക്കെ എന്താ? എനിക്ക് ഭയങ്കര ദേഷ്യാണ്. അങ്ങനെ ഞാൻ മൂഡ് ഓഫ് ആവുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഇങ്ങനത്തെ നല്ല നല്ല ഗിഫ്റ്റ് തന്നോണ്ടിരിക്കണം. ഇങ്ങനത്തെ ചെറിയ ഗിഫ്റ്റ് ഒന്നും നടക്കില്ല. ഓക്കെ, ഇതൊരു ചെറിയ കാര്യല്ലേ. ഇതെനിക്ക് ആദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കിലേ നമ്മുടെ ആദ്യ രാത്രി സ്പോയിൽ ആവില്ലായിരുന്നു. വിട്ടേക്ക്. ബൈക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതും കൊണ്ട് ഇറങ്ങുന്നത്? ആക്ച്വലി ഐ എം വെരി സോറി. അത് എന്റെ തെറ്റ് തന്നെയാ. എന്റെ മൊബൈല് നോക്ക്, എന്റെ ഫോൺ ഉടഞ്ഞുപോയി. വിഷമിക്കണ്ട, എനിക്കൊരു സ്വന്തം മൊബൈൽ ഷോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നാളെ പുതിയ ഫോൺ തരാം. നിങ്ങൾക്ക് മൊബൈലിന്റെ ഷോപ്പാണോ? അപ്പൊ അവിടെ സ്മാർട്ട് ഫോണും കാണുമായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ എന്തിനാ എനിക്കത് തരുന്നേ? ഞാൻ നിങ്ങളുടെ ആരാ? നിങ്ങളാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണ്ടിരിക്കുവോ? നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ളതല്ലേ ഞാൻ. അത് മാത്രമല്ലാണ്ട് ഫോൺ ഞാൻ കാരണമല്ലേ പൊട്ടിയത്. അതുകൊണ്ട് ഞാൻ തരാം. നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ പോവാണ്. ചിരിക്കുന്ന എന്തിനാ? നോക്ക്, സമയം എത്രയായിന്ന്. പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി, ഇന്നെന്ത് ഭക്ഷണം ഉണ്ടാക്കിയത്? ഇന്ന് എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനാ തോന്നേ. നമുക്ക് പുറത്തു പോവാം. പക്ഷെ അമ്മ പറഞ്ഞു ഭക്ഷണം പുറത്ത് റെഡിയാണെന്ന്. നിങ്ങൾക്ക് ഇത് തന്നെയാ പ്രശ്നം. നിങ്ങൾ ഇന്നുവരെ എനിക്ക് എന്ത് സന്തോഷം തന്നെ? കല്യാണം കഴിഞ്ഞ് 3 മാസമായി.
ഹണിമൂണിന് പോലും നമ്മൾ പോയിട്ടില്ല. ഒരു സിനിമ പോലും ഇതുവരെയും കണ്ടിട്ടില്ല. മതി, എപ്പോഴും ഈ പെട്ടിക്കടയിൽ തന്നെ ഇങ്ങനെ ഇരിക്കണ്ടേ? അല്ല, ഞാൻ എന്ത് ചോദിച്ചെന്നാ? ജസ്റ്റ് പുറത്തു പോകാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരാനായിട്ട് എന്താ ഉള്ളത്? എനിക്ക് എന്താ തരാൻ പോന്നെ? മഞ്ജു, നീ എന്തൊക്കെ കാര്യങ്ങളാ വള്ളി കയറ്റിക്കൊണ്ട് പോകുന്നത്? ആണോ? ഡിഫെൻഡ് ചെയ്യാറിയാ നിങ്ങൾക്ക്, പക്ഷെ ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാറില്ല. നിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അത് മതി, ഒരു വാക്ക് പോലും ഇനി മിണ്ടണ്ട. ഇത് നോക്കു മഞ്ജു, ഇതിൽ ദേഷ്യപ്പെടാൻ മാത്രം എന്താ? എന്നെ തൊട്ടു പോകരുത് നിങ്ങള്. നോക്ക്, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ചോദ്യോത്തരങ്ങളൊന്നും നടത്തരുതെന്ന്. എനിക്ക് ദേഷ്യം വരുന്നു. പിന്നെ കണ്ടില്ലേ, നിങ്ങളുടെ തെറ്റ് കാരണമാണ് ഇന്ന് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാം നിങ്ങളെ കാരണം ഉണ്ടായത്. നോക്കുന്നേ, വേദനിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. പോവാം. പോവാ. ആ മോളെ, വാ മോളെ, കഴിക്കാനിരിക്കെ. അമ്മ, ഞങ്ങൾ ഇന്ന് പുറത്ത് ഡിന്നറിന് പോവാ. നോക്കുമോനെ, ഫുഡെല്ലാം റെഡിയായല്ലോ. എല്ലാം ചീത്തയായി പോകും. ഇന്നിവിടെ നിന്ന് കഴിക്ക്, നാളെ വെളിയിൽ പോയി കഴിക്കാം. ഞങ്ങൾക്ക് വേണ്ട മാം, ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. എന്തുകൊണ്ടാ ലേറ്റ് ആയത്? ഈ വീട്ടിൽ 100 കാരണങ്ങൾ പറയേണ്ടി വന്നു. ഒളിച്ചു മാത്രം വന്നത്. നിനക്കെന്താ? ഒരു കിക്ക് അടിക്കണം, ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണം, വരണം. ശരി, വിട്, നീ വന്ന് കേറുവാ. പക്ഷേ ഇന്ന് എവിടെയാ പോവാ? നമ്മളൊരു സിനിമയ്ക്ക് പോവാണ്. വാവ്, സൽമാൻ ഖാൻ. പിന്നെന്താ നീ എന്നോട് മുന്നേ പറയാത്തെ? വീട്ടിലെന്താ പറയാ, സിനിമയ്ക്ക് ഒരുപാട് സമയം എടുക്കുമല്ലോ. ഇപ്പോ ഇങ്ങനെ ഓരോ കാരണവും പറഞ്ഞോണ്ടിരിക്കേ. നീ ആ കാര്യത്തിനൊക്കെ എക്സ്പേർട്ട് അല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നീ എന്നെ കല്യാണം കഴിക്കണമായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവനങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. വേണ്ട വേണ്ട വേണ്ട. ഒന്നുമില്ലെങ്കിൽ എന്റെ ഭർത്താവാണ്, 4-5 കാശും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നീ നിന്റെ അച്ഛന്റെ കാശിനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയല്ലേ. എന്നാലും എൻ്റെ അച്ഛൻ കുറച്ച് പിശുക്കനാ. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ട് എന്നെ ഇങ്ങോട്ട് ഒന്നിനും വിടുന്നില്ല. അതുകൊണ്ട് അച്ഛന് വയസ്സാവാനായിട്ട് ഞാൻ കാത്തിരിക്കുക. അച്ഛനൊന്ന് പെട്ടെന്ന് പോയാൽ മതി, പിന്നെ എല്ലാ സ്വത്തും എൻ്റെ കയ്യിലോട്ടാവും. പിന്നീട് നിന്റെ ഹസ്ബൻഡിന് നീ പോയി ഡിവോഴ്സ് കൊടുത്താൽ മതിയല്ലോ. അതുവരെ നമുക്കിങ്ങനെ ഇരിക്കാം. വാ, വന്ന് വണ്ടി കയറ്. എന്തുപറ്റി? നിങ്ങളെല്ലാരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത്ര സമയം എവിടെയായിരുന്നു? സമയം എന്താന്ന് വിചാരമുണ്ടോ? അയ്യോ ചേട്ടാ, എന്റെ ഭർത്താവ് ഇവിടെ മുന്നേ നിൽക്കിയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും ചൂടാവുന്നേ? മഞ്ജു, അമ്മാവനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഇന്നത്തെ ദിവസം മൊത്തം നിന്നെ കണ്ടില്ല, അതുകൊണ്ടല്ലേ ചോദിക്കുന്നേ. ആർക്കറിയാം നീ വെളിയിൽ എങ്ങാണ് കറങ്ങിട്ട് വരുവാണോന്ന്. നിങ്ങളുടെ ലിമിറ്റിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നല്ലത്. താമസിച്ചു പോയി നിനക്കൊരു ഫോൺ ചെയ്തുകൂടായിരുന്നോ? എല്ലാവരും ഒരുപാട് വിഷമിച്ചു, ഫോൺ ചെയ്തിട്ടും പോകുന്നില്ല. ഓഹോ, നിങ്ങൾക്കെല്ലാം എന്നെ കുറിച്ച് വലിയ കരുതലാണല്ലേ. നാടകം മതിയാക്കിയേക്ക്. നിങ്ങളെല്ലാം സ്വാർത്ഥരാണ്. നിങ്ങളെപ്പറ്റി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. നിങ്ങളെല്ലാവരും ചതിച്ചാണ് എന്റെ കല്യാണം നടത്തിയത്. മഞ്ജു, അമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്?
ശരി, നിങ്ങളെല്ലാവരും ഒരു ഭാഗത്തല്ലേ? ഞാനല്ലേ തെറ്റ്? അപ്പൊ ഞാൻ തന്നെ ഇവിടുന്ന് പോയേക്കാം. ഇത് നോക്ക്, നീ എന്താ ഈ കൊച്ചുകുട്ടികളെ പോലെ? നീ അവളെ വിളിക്കും മോനെ. അമ്മ സഹിക്കുന്നതിനൊക്കെ പരിധിണ്ട്. ഇനി എനിക്ക് വയ്യ അമ്മേ. ഇവളുടെ പോക്ക് ഇങ്ങനെയാണ്. ഇന്ന് പിണങ്ങിപ്പോവും, നാളെ ഇണങ്ങിക്കൊണ്ട് അവൾ ഇങ്ങോട്ട് വരും ചെയ്യും. നോക്ക് കൗശൽ, എല്ലാരും ഒരു സൈഡിലായി. രാജേഷിന് എത്ര ധൈര്യം എന്നെ തടയാൻ പോലും വന്നില്ല. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ മതിയാവൂ. ഇവിടെ വന്നിട്ട് എന്തിനാ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഹേയ്, ഞാൻ ഹോട്ടലിൽ വലിയ റൂമാ ബുക്ക് ചെയ്തിരിക്കുന്നേ. കുറച്ചെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആവ്. ഒന്ന് ആ മൂടൊക്കെ ഒന്ന് മാറ്റ്. കൗശൽ, ഞാൻ എന്താ നിങ്ങളുടെ അടിമയാണോ? നിങ്ങൾ എന്തെങ്കിലും പറയാതെ ഞാൻ ചെയ്യാനായിട്ട് ഇല്ല. ദാ നോക്ക്, നീ അവരുടെ അടിമയല്ല, എന്റെ ലവ്വറാ. ഇപ്പൊ നീ അവരുടെ കാര്യം വിട്ടുകളാ. എപ്പോഴും അവരെ കുറിച്ച് ആലോചിച്ച് സമയം കളയാൻ പറ്റുമോ നമുക്ക്? മൂഡ് ഓൾറെഡി പോയി കഴിഞ്ഞ്. ഇനിയിപ്പോ നോക്കിക്കോ, ഞാൻ നല്ലൊരു പണി കൊടുക്കും. അത് വെച്ച് അവരുടെ കാര്യത്തിനൊരു തീരുമാനമാവും. എന്ത് വന്നാലും എന്റെ തലയ്ക്കാ കയറുന്നത്. ഇനിയിപ്പോ എന്റെ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ നോക്കിക്കോ, ഈ യുദ്ധം അവരെങ്ങനെയാ ജയിക്കുന്നതെന്ന് കാണാം. ഭയങ്കര ക്ഷീണം തോന്നുന്നു. അമ്മായിമ്മേ, ഒരു കപ്പ് ചായ ഇട്ട് തരാമോ? മഞ്ജു, നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടെങ്കിലേ പോലീസിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നേ? എന്നോട് ഇത്രയും ശബ്ദം ഉയർത്തി സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് എങ്ങനെ വന്നു? ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു. അടുത്ത തവണ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ലോക്ക് ചെയ്യും നിങ്ങളെല്ലാരും. മനസ്സിലായല്ലോ? മഞ്ജു ഇന്ന് രാത്രി വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഫോണും എടുക്കുന്നില്ല. നിങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ബിസിയാണ്. ചുമ്മാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കരുത്. പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി ഞാൻ വരത്തില്ല. വിദ്യയുടെ വീട്ടിലേക്ക് പോവാ. വരത്തില്ല. ഫോൺ വെക്ക്. എന്തു പറ്റി? ഒന്നുമില്ല. എന്റെ അടുത്തേക്ക് വരെ. ഇല്ല. എന്റെ ഫ്രണ്ടില്ലേ വിദ്യ, ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ അമ്മ മരിച്ചുപോയി. ഈ സമയത്ത് എന്റെ സാന്നിധ്യം അവൾക്ക് വളരെ ആവശ്യമാണ്. ഞാൻ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പോവാ. വീട് നിങ്ങളെ നോക്കിക്കൊള്ളണം. ഓക്കെ അല്ലേ എന്റെ ഭർത്താവേ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രസം തോന്നിയത്. ഒരു സൈഡിൽ എൻ്റെ പാവം പിടിച്ച സ്വന്തം ഭർത്താവ്, എൻ്റെ അപ്പുറത്തെ സൈഡിൽ എൻ്റെ ഡാഷിങ് കാഷിപ്പ്. ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ലൈഫ് സെറ്റാണ്. വാ.